കുഞ്ചുവേ, നമുക്കൊരു സൂപ്പർ ചായയും വടയും കഴിക്കാൻ പോയാലാ? ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്താണ്. 25 വർഷമായി ഒരു അമ്മയും മകനും നടത്തുന്ന ഒരു ചായക്കടയിലേക്കാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായി റെയിൽവേ ഗേറ്റിനോട് ചേർന്നിരിക്കുന്ന ഒരു കടയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് വെറൈറ്റി വടകളും പഴംപൊരി, മൗജി, അങ്ങനെ നിരവധി സാധനങ്ങളുണ്ട്. ഇവിടെ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും നല്ല ചൂടോടെ വട കഴിക്കാൻ പറ്റും. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ കടയുണ്ടാവും. ഇതിനിടയ്ക്ക് എപ്പോൾ പോയാലും നമുക്ക് ചൂടോടെ തന്നെ സാധനം മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഫുൾ ടൈം ഇതുപോലെ ഓരോ സാധനങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഉണ്ടാക്കുന്നതിനനുസരിച്ച് തന്നെ ആൾക്കാരും കൂടുതലാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പാഴ്സൽ മേടിക്കൊണ്ട് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ആൾക്കാർ വന്ന് കഴിക്കുക, അതിൻ്റെ കൂടെ പാഴ്സലാണ് കൂടുതലും പോകുന്നത്. എന്നാൽ പിന്നെ ഞങ്ങളും ഓരോ ചായയും വടയൊന്നും തുടങ്ങാമെന്ന് വിചാരിച്ചു. വടയുടെ കൂടെ 2 ഐറ്റം ചമ്മന്തിയുണ്ട്. അതിൽ ഈ പ്രത്യേകതരം ഒരു ചമ്മന്തിയുണ്ട്. ആ ചമ്മന്തി ഒരു ടേസ്റ്റ് വേറെ ഒരു സ്ഥലത്തും ഇതുപോലെ ഒരു ചമ്മന്തി ഞാൻ കഴിച്ചിട്ടില്ല. അതവരുടെ ഒരു ട്രേഡ് സീക്രട്ടാണ്. എന്തായാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വടയിൽ തുടങ്ങി അങ്ങനെ എണ്ണം കൂടി പോവുകയാണ്. എല്ലാ സാധനത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ രണ്ടാമത്തെ സെക്ഷനും കഴിഞ്ഞു. അടുത്ത പഴംപൊരിയിലോട്ട് കടന്നു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ കണ്ട നല്ലൊരു കാഴ്ചയായിരുന്നു ഇത്. അപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റോപ്പുള്ള എല്ലാ ട്രെയിനുകളിലും ചായയും വടയും കൊടുക്കുന്നത് ഈ കടയിൽ നിന്നാണ്. അത് ഞാൻ തിരക്കിയപ്പോൾ അവിടെയുള്ള ലോക്കോ പൈലറ്റുമാർ നേരത്തെ കൂട്ടി തന്നെ എത്തുന്നതിന് മുന്നേ ഇവിടെ വിളിച്ച് പറയും, ഇത്ര സമയത്തിനുള്ളിൽ എത്തും, ചായയും പിന്നെ എന്താണ് വേണ്ടതെന്നുള്ള വിളിച്ച് പറയും. ഇവർ എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ ചെന്ന് കൊടുക്കുന്നുമുണ്ട്. അത് നല്ലൊരു കാര്യമാണ് ഉണ്ടായിട്ട് തോന്നിയത്. എന്തായാലും ഞാൻ എൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം തന്നെ 6-7 വടയായി. എങ്കിലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് വീണ്ടും കഴിച്ചു പോവുകയാണ്. 2 ചായയും കുടിച്ചു. ചായയും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. എണ്ണം കൂടി വരികയാണ്. ഒരു ഈവനിങ് ടൈമൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ ഫുള്ള് ആൾക്കാരാണ്, നല്ല തിരക്കുമാണ്. കൂടുതലും പാഴ്സലാണ് പോകുന്നതുകൊണ്ട് തിരക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്തായാലും ഞാനിവിടെ വന്നതിന് ശേഷം പിന്നെയും ഒരുപാട് പ്രാവശ്യം ഞാനവിടെ പോയി. ഇവിടെ വരുന്ന ആൾക്കാർ ഈ നാട്ടുകാരിൽ എന്നതിനുപരി വേറെ സ്ഥലത്തു നിന്നുള്ള ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ആറ്റിങ്ങിലായിരുന്നാലും വർക്കല, അങ്ങനെയുള്ള പല സ്ഥലത്തു നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഈ വടകൾ മേടിക്കാൻ വേണ്ടി മാത്രം ഇത്രയും ദൂരം വരുന്ന ഒരുപാട് പേരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരിക, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയുക. എന്തായാലും നല്ലൊരു എപ്പിസോഡാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇവിടെ പോയി വട കഴിച്ചതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങളും കൂടെ നിങ്ങളിതിൽ കമൻ്റായിട്ട് ഇടുക. താങ്ക് യു.